أعوذ بالله من الشيطان الرجيم إنه من كذلك لا كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه وظالم لنفسه مبين ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم ونصرناهم هم الغالبين. അതുവരെയാണ് ഇൻഷാല്ലാ. 116 വരെ ഇൻഷാല്ലാ. ഞാൻ ഓതിക്കോ നിങ്ങൾ ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم ونصرناهم فكانوا هم الغالبين. ഇത്രയാണ് ആയത്തുകൾ. ഇതിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ പ്രധാനമായിട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളത് മാറാതിരിക്കാനാണ്. നമ്മൾ 110 ആയത്ത് ഓതുമ്പം കദാലിക നജ്സി, സായിലേക്ക് പോരുത്, സീനിലേക്ക് പോരുത്. കദാലിക നജ്സി എന്ന് പറയണം, നജ്സിൽ മുഹ്സിനീൻ. അതേപോലെ 112 ആയത്തിൽ വബശ്ശർനാഹു ബി ഇസ്ഹാഖ, ഖാഫാണ്, ഇസ്ഹാഖ, കാഫിലേക്ക് പോകരുത്. നബിയം മിനസ്സാലിഹീൻ, സ്വാദാണ്. അതേപോലെ 113 ആയത്തിൽ അല ഇസ്ഹാഖ്, ഇസ്ഹാഖ്, ഖാഫ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം അക്ഷരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഓതിയ ആയത്ത് 116 ആയത്ത് വനസ്വർ, സീനിലേക്ക് പാരായണത്തിൽ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ നോക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ആയത്തുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം.
110 കദാലിക്ക, നിരവധി തവണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് കദാലിക്ക. അപ്രകാരം എന്നാണ് അർത്ഥം. അപ്രകാരം. നജ്സി, നാം കൂലി നൽകുന്നു, നാം പ്രതിഫലം നൽകുന്നു. ജസാ യജ്സി, ജസാ, ജസാ നമുക്കറിയാമല്ലോ. ജസാ എന്ന പദം ഒരുപാട് തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. ജസാ. അപ്പൊ ജസാ യജ്സി എന്നാണ് അതിന്റെ ക്രിയ. അപ്പം നജ്സി, നാം പ്രതിഫലം നൽകുന്നു. നാം എന്ന് വെച്ചാൽ അള്ളാഹു. തീർച്ചയായും നാം പ്രതിഫലം കൊടുക്കുന്നു. അൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ സുഹൃതവാന്മാർക്ക് എന്നാണ്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പരമാവധി തഖ്വയോടെയും ഇഖ്ലാസോടെയും ഒരു നന്മ ചെയ്യുന്നവനെയാണ് മുഹ്സിൻ എന്ന് പറയുക. ഇഹ്സാൻ എന്താണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതായത് നീ റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നീ റബ്ബിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നീ ആരാധിക്കണം, നമസ്കരിക്കണം. നീ കണ്ണുകൊണ്ട് റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ നിന്റെ നമസ്കാരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. അങ്ങനെയുള്ള ആളെയാണ് മുഹ്സിൻ എന്ന് പറയുക. അപ്പോ നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നത് അപ്രകാരമാണ്. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്തു. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട് പലതുകൊണ്ടും. അദ്ദേഹത്തിന്റെ ക്ഷമ, സഹനം, വിശ്വാസത്തിന്റെ കരുത്ത്, തവക്കുല്. അതോടൊപ്പം അള്ളാഹു ഒന്നുകൂടി എടുത്തു പറയാണ്, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇബ്രാഹിം, ഇന്ന ഇബ്രാഹിം മിൻ ഇബാദിനൽ മുഅ്മിനീൻ, ശരിക്ക് ഈമാനുള്ള, മനസ്സിൽ അടിയുറച്ച ഈമാനുള്ള നമ്മുടെ ദാസന്മാരിൽ പെട്ടവനാണ്. ഇബാദ് എന്ന പദം ഖുർആനിലാവട്ടെ ഭാഷയിലാവട്ടെ ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ്. ഇബാദ് ഒരു സ്നേഹത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി പറയുന്നതാണ്. യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്, എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസൻ. അതൊരു സ്നേഹത്തിന്റെ വിളിയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് വിശേഷിപ്പിച്ചു. തീർച്ചയായും അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ അടിയാന്മാരിൽ പെട്ടവനാകുന്നു. അത്രയേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ആ പ്രവാചകനെ മാതൃകയാക്കാൻ അള്ളാഹു പ്രവാചകനോട്, പ്രവാചക ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്തിൽ അവിടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത ഒരു സന്തതിയെ പറ്റിയാണ് പറയുന്നത്. വബശ്ശർനാഹു, വബശ്ശർനാഹു, ബഷറ. നിങ്ങള് ചില പദങ്ങള് നമ്മള് ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഖുർആനിലെ ചില പദങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പദമാണ് ബഷറ എന്നുള്ള പദം. ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിച്ചു. ഖുർആനിൽ അത് നിരവധി തവണ വന്നിട്ടുണ്ട്. യുബഷിറു അതിന്റെ മുദാരിയാണ്, തബിഷീർ അതിന്റെ മസ്ദറാണ്, മുബഷിർ അതിന്റെ ഇസ്മഫായിലാണ്. അപ്പോ ബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത നൽകുകയും ചെയ്തു. ആരെ കൊണ്ട്? മറ്റൊരു സന്താനം. അതാരാണ്? ബി ഇസ്ഹാഖ, ഇസ്ഹാഖ് നബിയെ കൊണ്ട്. അപ്പൊ ഇസ്ഹാഖ് നബിയുടെ ഉമ്മ ആരാണ്? സാറയാണ്. അപ്പോ ഇസ്ഹാഖിനെ കൊണ്ട്, ആ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് എങ്ങനെയാണ്? ഇസ്ഹാഖിനെ കുറിച്ച് നബിയൻ, അദ്ദേഹം ഒരു പുത്രനാണ്, ഒരു പുത്രനായി ജനിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നബിയാകും. നബിയം മിനസ് സ്വാലിഹീൻ എന്നാണ്.
സ്വാലിഹുകളിൽപ്പെട്ട സത്വൃത്തന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട് ഇസ്ഹാക്കിനെയും അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്നുള്ളതാണ്. ഇസ്ഹാക്കിനെ. അപ്പം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത അറിയിക്കുന്നത് എപ്പോഴാണ്? ഈ മലക്കുകൾ ലൂത്ത് നബിയുടെ നാട്ടിലേക്ക് ജിബിരിൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം തുടങ്ങിയ മലക്കുകൾ ആ നാട്ടിലുള്ള ആളുകളെ ധിക്കാരികളെ ശിക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ കയറുകയും അവിടെ വെച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ സാറ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്കുണ്ട്, ഞാനൊരു കിളവിയല്ലേ, ഞാനൊരു വന്ധ്യല്ലേ, എനിക്ക് എങ്ങനെയാ കുഞ്ഞുണ്ടാവുക എന്ന്. അപ്പൊ ഒരിക്കലും മക്കൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം തീരുമാനം നടപ്പാക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ചിടത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷ നൽകാൻ കഴിവുള്ളവനാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ 113 ആയത്ത് ഇങ്ങനെയാണ്, വബാറക്ന അലൈഹി വഅല ഇസ്ഹാഖ്. വബാറക്ന, നാം ബർക്കത്ത് ചൊരിഞ്ഞു, നാം ബർക്കത്ത് നൽകി, അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുത്തു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്ന നിഅമത്തിലുള്ള അനുഗ്രഹ വർധനവിനാണ് ബർക്കത്ത് എന്ന് പറയാ, അല്ലെ? മഴ എന്ന് പറയുന്നത് ഒരു നിഅമത്താണ്. ആ മഴ നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ കൃഷിയൊക്കെ ഉഷാറാകുക, നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുക, അത് അതിൽ കൂടെ കിട്ടുന്ന ബർക്കത്താണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊന്നും ബാക്കിയാകരുത്. ഏതിലാണ് ബർക്കത്തുള്ളതെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, നമുക്കറിയില്ല. അപ്പം അനുഗ്രഹ വർധനവ്, അതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നാം ബർക്കത്ത് നൽകി, അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുത്തു, അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്, വഅല വഅല ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ മേലും, വമിൻ ദുർരിയത്തിഹിമ, അവരുടെ രണ്ടുപേരുടെയും മക്കൾക്ക്, അദ്ദേഹത്തിന്റെ ബലിക്ക് തയ്യാറായ പുത്രന്റെ മേലും. ഇവിടെ ഉദ്ദേശിക്കുന്ന അലൈഹി എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയാണ്. ബലിക്ക് തയ്യാറായ എന്ന് പറഞ്ഞാൽ അള്ളാഹു ബലിയർക്കാൻ കൽപ്പിച്ച കുട്ടി, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ്. അത് വഅല ഇസ്ഹാഖ, ഇസ്ഹാഖിന്റെ മേലും. അപ്പം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മേലും ഇസ്ഹാഖ് നബിയുടെ മേലും ബർക്കത്ത് നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇസ്മായിൽ നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിയെറുക്കാൻ കൊണ്ടുപോയത് എന്ന് ഖുർആനിൽ ആയത്തില്ല, വ്യക്തമായ ഹദീസില്ല. എന്നാൽ സാഹചര്യങ്ങളും കാര്യങ്ങളും അനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്നെയാണെന്നാണ്. അപ്പൊ അള്ളാഹു പറയാണ്, വമിൻ ദുര്രിയത്തിഹിമ, അവരുടെ രണ്ടുപേരുടെയും സന്തതികളിലുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പര എന്ന് പറയുന്നത് അറബികളാണ്. ഇസ്ഹാഖ് നബിയുടെ സന്തതി പരമ്പര എന്ന് പറയുന്നത്, സന്താന പരമ്പര എന്ന് പറയുന്നത് ഇസ്രായേലിയരാണ്. അപ്പൊ ഈ രണ്ടുപേരുടെയും മക്കൾ ഇങ്ങനെ പോവല്ലോ സന്താന പരമ്പര. അതിലെന്തുണ്ട്, ആരുണ്ട്? മുഹ്സിനുൻ വലാലിമുൻ ലിനഫ്സി. മുഹ്സിൻ എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സുഹൃതവാന്മാരായ ആളുകൾ, നല്ല മനുഷ്യര് ആ പരമ്പരയിലുണ്ട്. വലാലിമുൻ ലിനഫ്സിഹി, ലുൽമ ചെയ്യുന്നവരുണ്ട്, തോന്നിയവാസികളുണ്ട്. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും അറബികളുടെ പരമ്പരയിൽ വന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്രായേലിയുടെ പരമ്പരയായി വന്ന ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെയും മക്കളിൽ ആരുണ്ട്? നല്ല നല്ല ആളുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ തോന്നിയവാസികളായി ധിക്കാരികളായിട്ടുള്ള ആളുകളും ആ പരമ്പരയിലുണ്ട് എന്നാണ്. മുബീൻ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ എന്നുള്ളതാണ്. അപ്പൊ മക്കള് ഒരു നബിയുടെ പരമ്പരയായി എന്നതുകൊണ്ട് മാത്രം അവര് ഇവിടെ രക്ഷപ്പെടില്ല, പരലോകത്ത് രക്ഷപ്പെടില്ല. അമല് കൊണ്ട്, സൽക്കർമ്മം കൊണ്ടേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ബലിക്ക് തയ്യാറായ പുത്രന്റെ മേലും ഇസ്ഹാക്കിന്റെ മേലും നാം ബർക്കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട് സുഹൃതനും തന്നോട് തന്നെ സ്പഷ്ടമായ അക്രമം കാണിക്കുന്നവൻ. രണ്ടുപേരും അവരുടെ സന്താന പരമ്പരയിലുണ്ട് എന്നാ. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്,
ചില ആളുകൾ പറയും ഇന്ന നാട്ടിൽ നമ്മൾ മരണപ്പെട്ടാൽ എന്നൊക്കെ പറയും, ഇന്ന ആളുടെ കുടുംബത്തിലായാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിന്നെ മൂത്താപ്പമാര് അല്ലെ, വേണ്ടപ്പെട്ട ആളുകള് ഒക്കെ ഷിർക്കിന്റെ പക്ഷത്തായിരുന്നു. അപ്പൊ കുടുംബ ബന്ധം കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, പരലോകത്ത് രക്ഷപ്പെടില്ല. മറിച്ച് ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും മാത്രമേ നാളെ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയൂ എന്നതിന്റെ ഒരു പാഠം കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ബഷർനാഹു ബി ഇസ്ഹാഖ നബിയം മിനസ്സാലിഹീൻ മുസ്ലിം താലിമൻ. ഇനി അടുത്ത ആയത്ത് വരുന്നത് 114-ാമത്തതാണ്. വലക്കത് മനന്ന, ഒരു 3 ആയത്താണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ്. അപ്പം വലക്കത് മനന്ന അല മൂസ വ ഹാറൂൻ, തീർച്ചയായും മൂസയുടെയും ഹാറൂനിന്റെയും പേരിൽ നാം ദാക്ഷിണ്യം ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നമ്മള് ഇതുവരെ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയാണ്. കുറേ ആയത്തുകളിൽ അതാണ് പറഞ്ഞത്. 114 മുതൽ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ചരിത്രം ഒന്ന് സൂചിപ്പിച്ചു പോവാണ്. മനന്ന, മന്ന എന്ന് പറഞ്ഞാല് അനുഗ്രഹം ചൊരിഞ്ഞു എന്നാണ്. മിന്നത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. മിന്നത്ത് എന്ന് പറയും. അപ്പം മന്ന യമുന്നു എന്നതാണ് അതിന്റെ ക്രിയ. അപ്പൊ തീർച്ചയായും നാം അനുഗ്രഹം ചെയ്തു 2 നബീന്റെ മേൽ. ഒന്ന് മൂസ, മറ്റൊന്ന് ഹാറൂൻ. 2 പേരും സഹോദരങ്ങളാണ്, ഇഖ്വാനാണ്. ഹാറൂന അഖീ, എൻ്റെ സഹോദരനായ ഹാറൂനെ കൂടി അല്ലാഹ് നീ എനിക്ക് നബിയായി നിശ്ചയിച്ചതാ. കാരണം എനിക്ക് സംസാരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട്, ആളുകൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഹാറൂനെ കൂടി സഹായിയായി നീ നിശ്ചയിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാറൂൻ നബിയായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, എൻ്റെ ഹൃദയത്തെ നീ വിശാലാക്കണേ അല്ലാ, എൻ്റെ കാര്യത്തെ എളുപ്പാക്കി തരണേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ അത് വരുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണത്. അപ്പോ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും മേൽ നാം അനുഗ്രഹം ചൊരിഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയാ വനജ്ജൈനാഹുമ, നജ്ജൈനാഹുമ. കണ്ട ആ പദം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണേ. എന്താ പദത്തിന്റെ പ്രത്യേകത എന്നറിയാവോ? നജ്ജ എന്നതാണ് ക്രിയ. നജ്ജ യുനജ്ജി. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. നജ എന്ന് പറഞ്ഞാല് രക്ഷപ്പെട്ടു എന്നാണ്. കുട്ടികൾക്കൊക്കെ നജ എന്നൊക്കെ പേരിടാറുണ്ടല്ലോ, നജ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നജ എന്ന് പറഞ്ഞാൽ നജ ഇടും, നാജിയ ഇടും. നാജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവൾ എന്നർത്ഥം. അപ്പൊ വനജ്ജൈനാഹുമ, നാം അവരെ 2 പേരെയും രക്ഷപ്പെടുത്തി. ആരെ? മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ 2 പേരെയും രക്ഷപ്പെടുത്തി. തീർന്നില്ല, വ കൗമഹും, അവരുടെ 2 പേരുടെയും ആളുകളെയും രക്ഷപ്പെടുത്തി. ആളുകൾ എന്ന് പറഞ്ഞാൽ ആ സമൂഹം, ഇസ്രായേലിയര്. എന്തിൽ നിന്നാണ് അള്ളാഹ് രക്ഷപ്പെടുത്തിയത്? മിനൽ കെർബിൽ അലീം, ഏറ്റവും വലിയ, ഏറ്റവും വമ്പിച്ച സങ്കടത്തിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പൊ ഏറ്റവും വലിയ മൂസാ നബി അലൈഹി ഇസ്ലാമും അതേപോലെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം എന്താണ് എന്നത് നമുക്കറിയാം. ഫിറഔനിന്റെ അധികാരത്തിന്റെ കീഴെ അടിമകളായി അങ്ങേയറ്റം പീഡിതരായി അവർക്ക് ജീവിക്കേണ്ടി വന്നു. അപ്പൊ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിപത്തായിരുന്നു. ആ വിപത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ 2 പേരെയും ആ സമൂഹത്തെയും രക്ഷപ്പെടുത്തി. ഇതാണ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ഏറ്റവും അവസാനത്തെ ആയത്ത് ഇതാണ്. എന്താണ്? വനസ്വർനാഹും ഫകാനൂഹുമുൽ ഗാലിബീൻ. വനസ്വർനാഹും ഫകാനൂഹുമുൽ ഗാലിബീൻ. വനസ്റ, നസറ എന്ന പദം നമുക്കൊക്കെ അറിയാം. പിന്നെ ഏതാണ്, ചെറിയൊരു സൂറത്തിൽ വരുന്നില്ലേ, നാം സഹായിച്ചില്ലേ എന്നൊക്കെ പറയാൻ ചോദിക്കുന്നുണ്ട്. അപ്പം വനസ്വർനാഹും, നസ്വറ സ്വാദാണ്. വനസ്വർനാഹും, നാം അവരെ സഹായിക്കുകയും ചെയ്തു. ആരെ? ഇസ്രായേലിയരെ. ആ 2 നബിയെയും അവരുടെ സമൂഹത്തെയും നാം സഹായിച്ചു. ഫക്കാനു, അങ്ങനെ അവരായിരുന്നു. അങ്ങനെ അവരായി. ഹും, അവര് അൽ ഗാലിബീൻ, വിജയികൾ.
ഗലബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ്. ഗാലിബി എന്ന് പറഞ്ഞാൽ വിജയികളായി തീർന്നു. ഗലബ, ഗലബ യഗ്ലിബു. അപ്പോ വിജയം വരിച്ചവർ എന്നാണ്. അപ്പൊ നോക്കൂ, അവരെ നാം സഹായിക്കുകയും ചെയ്തു. മൂസാ നബിയെയും ഹാറൂൻ നബിയെയും സഹായിച്ചു. അങ്ങനെ അവർ വിജയം വരിക്കുകയും ചെയ്തു എന്നതാണ്. അതിന്റെ താഴെ അമ്മാനി മൗലവി റഹ്മുള്ള കൊടുക്കുന്നതാണ്, ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊലപ്പെടുത്തുക, അടിമകളാക്കുക, കഠിന ജോലികൾ ചെയ്യിപ്പിക്കുക തുടങ്ങി ഫിറോൻ നടത്തിയ അക്രമങ്ങളാണ് വമ്പിച്ച സങ്കടം അഥവാ വിപത്ത് എന്ന് അല്ലാഹു പറഞ്ഞത്. ഇസ്രായേല്യർ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടതും പിന്നീട് അവർക്ക് അല്ലാഹു പ്രതാപവും സംസ്കാരവും ഒക്കെ കൊടുത്തത് പ്രസിദ്ധമാണല്ലോ എന്നുള്ളതാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിറഔൻ എന്ന് പറയുന്ന രാജാവ്, ഫിറോവൻ നമ്മൾ അറിയേണ്ട ഒരു ഫിറഔൻ എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ പേരല്ല, മറിച്ച് ഫറോവ ചക്രവർത്തിമാർ, അവരുടെ അന്നത്തെ ഈജിപ്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. അതില് ഫറോവ രണ്ടാമനുണ്ടല്ലോ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത്, ഞാൻ പറഞ്ഞ നസ്ർ, സഹായം. അപ്പം ഖുർആനിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ചില പദങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഒരു സ്ഥലത്ത് അത് പഠിച്ചാൽ പിന്നെ എല്ലായിടത്തും അത് ആ അർത്ഥം തന്നെയാണ്. നസ്റ, യൻസുറു എന്നുള്ള പദം എനിക്കൊന്ന് ഖുർആനിൽ ഒരുപാട് 50-ലേറെ തവണ വന്നിട്ടുള്ള ഒരു പദമാണ്. അപ്പൊ നമ്മൾ ചില പദങ്ങൾ നോട്ട് ചെയ്താൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കിട്ടും. ഇപ്പൊ അള്ളാന്റെ നാമമായ അൽ ഹക്കീം എന്നുള്ള നാമം ഖുർആനില് 97 സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹക്കീം എന്ന നാമത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചാൽ ബാക്കി വരുന്നിടത്തെല്ലാം അർത്ഥമാണ്. അങ്ങനെ പഠിച്ചു പോണം ഇൻഷാ അല്ലാഹ്, അതിന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ പിന്നെ മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അവരുടെ ജനതയും ഏറ്റവും വലിയ വിപത്തിൽ നിന്ന്, അവരുടെ സങ്കടത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഫറോവ ചക്രവർത്തി, റാംസസ് രണ്ടാമൻ എന്ന് പറയും, ഫറോവ ഇതിലെ രണ്ടാമൻ, അയാളാണ് മൂസാ നബിയെയും അവരുടെ ആളുകളെ, ഇസ്രായേലിയരൊക്കെ അടിമകളാക്കി വെച്ച് ആൺകുട്ടികൾ ജനിച്ചാൽ അവരെ കൊന്നുകളയുന്നതും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ച് അവരെ നിന്ദ്യരാക്കിയിരുന്നൊക്കെ ഈ രാംസസ് രണ്ടാമനാണ്. ഈ ഫറോവ രണ്ടാമന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണുന്നത് അദ്ദേഹം 90 വർഷം ജീവിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അധികാരത്തിലെത്തി എന്നാണ്. അതായത് 66 67 വർഷം അദ്ദേഹം ഭരണം നടത്തി എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 66 67. അതുപോലെ 90 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഫറോവ ചക്രവർത്തിമാരിൽ ഒരാളാണ് ഈ റാംസസ് രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം, ഇത്രയും വർഷം അവരെ അടിമകളാക്കി വെച്ച് പീഡിപ്പിച്ച്, ഞാനാണ് അള്ളാഹു എന്ന് പോലും പറഞ്ഞുകൊണ്ട് അവൻ ആ ജനങ്ങളെ അങ്ങേറ്റം പീഡിപ്പിച്ചു, വളരെ കഷ്ടപ്പെടുത്തി. അപ്പൊ അവരനുഭവിച്ച ആ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എത്ര വലുതായിരിക്കും, എത്ര കാലം അവർ ക്ഷമിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ ഫിറഔന്റെ വിഷയത്തിലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, 2 ആയത്തുകൾ കാണാം. സൂറത്ത് യൂനുസിലെ 88-ാമത്തെ ആയത്ത്, وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. ഇത് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് നടത്തിയ പ്രാർത്ഥനയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വക്കാല മൂസാ നബി പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ആത്തൈത ഫിറഔന വ മലഅഹു സീനത്തൻ വ അംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, നീ ഈ ഐഹിക ജീവിതത്തിൽ ഒരുപാട് സ്വത്തും അധികാരമടക്കമുള്ള എല്ലാ അലങ്കാരങ്ങളും ഫിറഔനും അവന്റെ കൂടെയുള്ള പ്രമാണിമാർക്കും നീ വാരിക്കോരി കൊടുത്തു. പക്ഷെ റബ്ബന ലിയുളില്ലു അൻ സബീലിക്, നിന്റെ മാർഗത്തിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന് ആളുകളെ മുഴുവൻ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് അവൻ ആ സമ്പത്തും അധികാരവും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. റബ്ബന തുമിസ് അല അംവാലിഹിം, അതുകൊണ്ട് അല്ലാഹുവേ അവന്റെ സമ്പത്തിനെ നീ തുടച്ചു നീക്കണമേ. വഷ്ദുദ് അല കുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നീ കാഠിന്യം കൊടുക്കണമേ.
ഫലാ യുഅ്മിനു അവർ വിശ്വസിക്കാതിരിക്കത്തക്ക വിധം ഹത്താ യറവുൽ അദാബൽ അലീം നിന്റെ വേദനയേറിയ ശിക്ഷ നാളെ കാണുന്നത് വരേക്കും അത്രയും ശക്തമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയാവോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, കണ്ടോ, ഉജീബത് ദഅവതുകുമാ, അവർ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഇരുവരുടെയും പ്രാർത്ഥന ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഇരുവരും നേരെ നിലകൊള്ളുക, വിവരമില്ലാത്തവരുടെ വഴി നിങ്ങൾ ഇരുവരും പിന്തുടർന്നു പോയത്. അപ്പൊ അള്ളാഹ് പറയാണ് ഞാന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട് എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളൊക്കെ പറഞ്ഞുള്ളത്, അതായത് താബികളുടെയൊക്കെ അഭിപ്രായം കൊടുത്തിട്ടുള്ള തഫ്സീറുകളിൽ ഈ പ്രാർത്ഥന ശല്യം സഹിക്കവയ്യാതെ മൂസാ നബി ഫിറോവിനെതിരെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തത് 40 വർഷം കഴിഞ്ഞിട്ടാണെന്നാണ്. ഇതിൽ നമുക്കൊരു വലിയ പാഠമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും, നമ്മളെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചില്ല എന്ന് പറയും. പക്ഷെ ഇത്രയേറെ ആ ജനതയെ ഫിറഔൻ കഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് മൂസാ നബി നിരന്തരം ദുആ ചെയ്തു. ഈ ദുആ ചെയ്ത് കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഉത്തരം കൊടുത്തതെന്നുള്ളതാണ്. അള്ളാഹു ഉത്തരം നൽകി. അപ്പോൾ റബ്ബ് ഏറ്റവും ഹൈറായ ഒരു സമയത്തായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ജവാബ് നൽകുക. ആ ഓർമ്മ ശരിക്കും നമുക്കുണ്ടാവണം. ഒരു നബിയാണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. ആ നബി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു 40 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാ നബിമാർക്കും അങ്ങനെ കൊടുക്കുള്ളോ? അല്ല. യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ സ്പോട്ടിൽ അള്ളാഹു ആ ഉത്തരം കൊടുത്തു. അതുപോലെ പല നബിമാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ, അത് അള്ളാഹിന്റെ ഹിക്മത്താണത്. ഒരാൾക്ക് ഏറ്റവും ഹൈറായ സമയത്തെ അള്ളാഹു അത് കൊടുക്കുള്ളൂ. അത് നമുക്കറിയില്ല എപ്പോഴാന്നുള്ളത്. ആ ഓർമ്മ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള ഒരു പാഠമാണത്. അപ്പൊ 90 വർഷത്തോളം ജീവിച്ച ഫിറഔൻ രാംസസ് രണ്ടാമൻ 67ഓളം വർഷം ഭരണം നടത്തി അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തി, വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പരീക്ഷണങ്ങളിലൊക്കെ തീർച്ചയായും നമുക്ക് പാഠമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മള് എല്ലാവരും അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന, ഇൽമ നേടാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും ഈ പ്രാർത്ഥന നമ്മളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമാ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം നോക്കിയേ. അല്ലാഹുമ്മൻഫഅനി, അവിടെ ഐന് സുക്കൂനാണ് കേട്ടോ. അല്ലാഹുമ്മൻഫഉനി, ഇൻഫഅനി, നഫഅ യൻഫഉ ഇൻഫഅനി. അല്ലാഹുമ്മൻഫഅനി, അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തന്ന, ബിമാ അല്ലം തന്നെ നീ എനിക്ക് പഠിപ്പിച്ചു തന്ന മതവിജ്ഞാനം, കർമ്മങ്ങൾ ചെയ്തും മറ്റുള്ളവരെ പഠിപ്പിച്ചും മറ്റും എനിക്ക് ഉപകാരപ്രദമാക്കുകയും വഅല്ലിംനി മാ യൻഫഉനി, ഉപകരിക്കുന്ന മതവിജ്ഞാനം ഇനിയും നീ എനിക്ക് തരികയും വസിദ്നി ഇൽമ, എൻ്റെ മതവിജ്ഞാനം എനിക്ക് വർദ്ധിപ്പിച്ചു തരികയും ഒക്കെ ചെയ്യണമേ എന്നുള്ള അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണത്. ഞാൻ പഠിക്കുന്ന ഇൽമ എനിക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഉപകാരം കിട്ടുന്ന അറിവ് നീ എനിക്ക് തരണം. എൻ്റെ അറിവിൽ നീ വർധനവ് നൽകണം. ഈ 3 കാര്യം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം, മറക്കാതെ. പ്രത്യേകിച്ച് ഇൽമ നേടുന്ന വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു കൂടുതൽ നാഫിയായ ഇൽമിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും ഹജ്ജിന് പുറപ്പെടുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്, പോകാൻ തയ്യാറായിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം യാത്രയെ എളുപ്പമാക്കട്ടെ. അവരുടെ എല്ലാം ഹജ്ജും ഉംറയും അള്ളാഹു മഖ്ബൂലും മബ്രൂറുമായി സ്വീകരിക്കട്ടെ. മനസ്സിൽ ഏതൊരാഗ്രഹത്തോടു കൂടി എത്ര ഭംഗിയായിട്ടാണോ ആ കർമ്മം ചെയ്ത് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ ആ കർമ്മം ചെയ്ത് പൂർത്തീകരിച്ച്, അല്ലെ, ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം ഈ ഭൂമിയിൽ വിശുദ്ധനാണോ വിശുദ്ധയാണോ
അതുപോലെ മടങ്ങാൻ സാധിക്കുന്ന, നമ്മെ പര്യാപ്തമാക്കുന്ന മഹത്തായ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ പ്രതിഫലമെല്ലാം നേടിയെടുത്ത് നല്ല രൂപത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് ആരോഗ്യത്തോടെ തിരിച്ചെത്താനുള്ള തൗഫീക്ക് അള്ളാഹു പുറപ്പെടുന്ന എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.